ഹായ് ഹലോ നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് കേട്ടോ ഈ മത്തി. അപ്പം നമ്മുടെ വീട്ടിൽ മത്തി കിട്ടിയപ്പോൾ ഒന്ന് പീര വെച്ചേക്കുന്നത് ചെറിയ മത്തിയായിരുന്നു. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേട്ടത്. ദാണ്ട വന്നിരിക്കുന്നു, ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിലൊന്നിട്ട് ഒതുക്കിയെടുത്ത് അത് നമ്മുടെ മൺചട്ടി വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത്. ഈ ടൈമിൽ നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന കൂട്ട് അതിലോട്ട് ഇട്ടു. ഞാൻ എപ്പോഴും കുറച്ച് വെളുത്തുള്ളി എപ്പോഴും എടുത്ത് മാറ്റി വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊന്നും ഇടാൻ വേണ്ടി, ബാക്കിയൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണ്. എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. അതിന് മുന്നേ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മത്തിക്കുഞ്ഞന്മാരെയൊക്കെ നമ്മൾ അങ്ങോട്ടൊന്ന് ഇട്ടിട്ട് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്, ചൂടുവെള്ളത്തിൽ. അത് ഉപ്പൊന്നും ഇട്ടില്ല. ആ പുളിവെള്ളം ഒഴിച്ച് നമ്മളൊന്നൊരു തവി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ടൈമിലൊന്നും നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല. കാരണം പെട്ടെന്ന് അടി പിടിക്കാനൊരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. കാരണം വെള്ളം കുറവാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തീ ഓൺ ചെയ്തത്. പിന്നെ തീ ഓൺ ചെയ്ത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അപ്പിപ്പൊത്തി വെച്ചെന്ന് വെച്ചാൽ കൈ വെച്ചൊക്കെ ഒന്ന് അമക്കി വെച്ചിട്ട് ഞാൻ ഈ ചില്ലിൻ്റെ ഒരു അടപ്പിട്ട് അടച്ചു വെച്ചത്. കാരണം എനിക്ക് അതിനകത്ത് കിടക്കുന്ന ഇടിവെട്ടും പുകയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഇച്ചിരി വെള്ളം വറ്റാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ തവയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഞാൻ ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി. കാരണം വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇതിട്ട് ഇളക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് കംഫോർട്ട് അതാട്ടോ. അത് ഞാൻ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പം വെള്ളമെല്ലാം നല്ല വറ്റി. നമ്മുടെ മത്തിക്കുഞ്ഞന്മാരൊക്കെ നല്ല വെന്ത് അരപ്പൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അരപ്പ് ഭയങ്കര ഇഷ്ടം. അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനേക്കാളും കൂടുതൽ അരപ്പിനോട്. അപ്പോൾ ഏകദേശം നല്ല പുകയൊക്കെ അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു തുള്ളി പോലും അടി പിടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. കാരണം കുഞ്ഞുമത്തി എപ്പോൾ കിട്ടിയാലും എനിക്ക് പീര അല്ലെങ്കിൽ തേങ്ങ അരച്ച് കറി വെക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. മുളകിട്ട് വെക്കുന്നേക്കാളും വറക്കുന്നേക്കാളും എനിക്കിഷ്ടം അതാണ്. പ്രത്യേകം ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഏകദേശം ഇതൊക്കെ റെഡിയായി. ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചൊരു കറി ആയതുകൊണ്ട് അധികം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഷോർട്സിനൊക്കെ നന്നായിട്ട് വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടത്ര സബ്സ്ക്രൈബും കിട്ടുന്നില്ല. നമ്മളെയും കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. നമ്മളൊക്കെ ഒന്ന് കയറി വരട്ടെ നമുക്ക്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം. ബായ്.